സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്. വന്ദേ മാതരം. ഒരു വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. അതായത് ചൈനയുടെ നിശബ്ദമായ പിന്തുണയോടുകൂടി പാകിസ്ഥാനും ബംഗ്ലാദേശും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നമ്മളെ ചൊറിയുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രധാനമന്ത്രി ഒക്കെ ഈ സ്ഥാനത്തും അസ്ഥാനത്തും ചില പ്രസ്താവനകൾ നടത്തുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്, അത് ഈ പറയുന്ന ആളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ പൊതുവായിട്ട് വരുന്നത് വെള്ളം തന്നില്ലേ ഇന്ത്യയെ ഞങ്ങൾ കാച്ചിക്കളയും, ഈ തരത്തിലൊക്കെയാണ് ഇങ്ങനെ പ്രസ്താവനകൾ വരുന്നത്. ഇത് സാർ എന്തിൻ്റെ സൂചനയാണ്? വാസ്തവത്തിൽ ഇത് ഇപ്പോൾ നമ്മൾ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും നദീജല കരാർ നമ്മൾ മരവിപ്പിക്കുകയും അങ്ങോട്ടേക്ക് ഒഴുകുന്ന നദികളിൽ പുതിയ ഡാമുകൾ പണിയുകയും തടയണകൾ പണിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പ്രസ്താവനകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണോ നമുക്ക്? പറഞ്ഞതുപോലെ വെറും ചൊറിച്ചിലിനപ്പുറത്തേക്ക് നമ്മളെ മാന്താനൊരു ശ്രമം ഇവർ നടത്തുമോ? എന്താണ് സാർ അങ്ങേക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്? പ്രശാന്ത്, ഈ പാകിസ്ഥാൻ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു പ്രിക്കാരിയസ് സിറ്റുവേഷനിലാണ് പാകിസ്ഥാൻ. അതെ, വളരെ ദയനീയമായ വാക്ക് പോലും, അതുപോലും അവിടെ പോരാ, അതിനേക്കാൾ വലിയ വാക്ക് ഉപയോഗിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ അവർ ഉണ്ടാക്കിയതാണ്, കുറേ അവർ ഉണ്ടാക്കാത്തതാണ്. അപ്പോൾ വളരെ അപ്പോൾ എപ്പോഴും ഈ പാകിസ്ഥാന് മോശം സമയം വരുമ്പം അവർ ഈ അവരുടെ ഇൻറ്റേർണൽ പ്രോബ്ലംസാണ്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ ഇന്ത്യയുടെ എവിടെയെങ്കിലും മാന്തും. ചൈനയും അങ്ങനെയാണ്. ചൈന അവരുടെ രാജ്യത്ത് ഉള്ള പ്രശ്നം രാഷ്ട്രീയമായും അല്ലാതെയും വരുന്ന പ്രശ്നങ്ങളും മറച്ചു വെക്കാൻ വേണ്ടി നമ്മളെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതിർത്തിയിലൊക്കെ മാന്തും. അപ്പം ചൈന 1962 ഇപ്പം മറ്റേ 2020 എല്ലാം അവരുടെ കുറെ ഇന്റേണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അത് ചെയ്തത്. പാകിസ്ഥാൻ ഇത് ഭയങ്കര നൊട്ടോറിയസ് ആണ് ഈ കാര്യത്തിൽ. അവർക്ക് എന്തെങ്കിലും അവിടെ പിടിച്ച് ചൈന വല്ലപ്പോഴും ഉള്ളൂ. അപ്പോൾ പിന്നെ അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഓപ്ഷൻ ഉണ്ട് അവർക്ക്. പാകിസ്ഥാൻ എന്ത് ചെയ്യണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്നുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ഇന്ത്യയെ കയറി. അതായത് അവിടുത്തെ ജനങ്ങളിൽ ഇന്ത്യ വെറുപ്പ് കുത്തിവെച്ചിരിക്കുന്നു. അതിനെ കൃത്യമായിട്ട് കൊയ്യാൻ, ആ ഫലം കൊയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെയല്ല ഇന്ത്യ വിരോധം കുത്തിവെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഉണ്ട്. അത് ഈ ഡീപ് സ്റ്റേറ്റ് പാകിസ്ഥാൻ്റെ അതല്ല, അങ്ങനെയല്ല. അതായത് പാകിസ്ഥാൻ ഒരുപാട് പ്രോബ്ലംസാണ് അവിടെ. ഇപ്പം പിന്നെ ഇവിടെ നമ്മുടെ ബലൂചിസ്ഥാനിൽ ആർമി പോവില്ല, വലിയ ആർമിയെ തട്ടുകളയും. ആർമി ഒളിച്ചോടി, ഒരു ബറ്റാലിയൻ ഒളിച്ചോടി ഡെസർട്ട് ചെയ്തു. അവരെ കോർട്ട് മാർഷൽ ചെയ്തു. അത്ര ഒരു ഗതികേടിലാണ്. അപ്പം അവിടെ അങ്ങനെ. പിന്നെ ഈ നമ്മുടെ ഇവിടെ POK പ്രത്യേകിച്ച് ബാൾട്ടിസ്ഥാനിൽ 10,000-2,000 പേരെ വെടിവെച്ചു വന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പം അവിടെ പ്രശ്നം, ഞങ്ങളെ ഇന്ത്യയിലോട്ട് ജോയിൻ ചെയ്യാൻ സമ്മതിക്കണമെന്ന് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ വേണ്ട, ഞങ്ങളുടെ ഫണ്ട് വേണ്ട. 32 റെക്കമെൻഡേഷൻ കൊടുത്തതിൽ ഒന്നിതാണ്. പിന്നെ പിന്നെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിലുള്ള സ്റ്റേറ്റിൽ അതിലും വലിയ ഖൈബർ പഖ്തൂൺഖ്വ, അതെ, ഖൈബർ പഖ്തൂൺഖ്വ, അവിടെ അതിലും വലിയ പ്രശ്നം. പിന്നെ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ചെയ്യുന്നു പാകിസ്ഥാനെതിരായിട്ട്. പിന്നെ സിന്ധിൽ പ്രശ്നം, സിന്ധിൽ വെള്ളമില്ല. സിന്ധിലും പഞ്ചാബിലും വലിയ പ്രശ്നമാണ്. അല്ല, പഞ്ചാബിലും വലിയ പ്രശ്നമില്ല. പഞ്ചാബ് ആയതുകൊണ്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഈസ് പഞ്ചാബ്, പഞ്ചാബ് ഈസ് പാകിസ്ഥാൻ. അങ്ങനെയാണ്. നമ്മുടെ ഇവിടുത്തെ പഞ്ചാബിനേക്കാളും വിസ്തൃതി കൂടുതൽ, പോപ്പുലേഷനും കൂടുതലാണ്. പാകിസ്ഥാൻ്റെ എല്ലാ സ്ഥലത്തും സിസ്റ്റത്തിലും ഡോമിനേറ്റ് ചെയ്യുന്ന പഞ്ചാബി മുസ്ലിംസാണ്.
അപ്പോൾ ഉദാഹരണം ഇപ്പോൾ POKയിലൊന്നും ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. അവിടുന്ന് വൈദ്യുതി, വെള്ളം, എവറിഥിങ് കൊണ്ടുപോകും, പക്ഷെ തിരിച്ചൊന്നും കൊടുക്കില്ല. അവർക്ക് അവരുടെ പോലീസ് പോലും ഇല്ല. ഇപ്പൊ ഈ വെടിവെച്ച് കൊല്ലുന്നെല്ലാം പാകിസ്ഥാൻ പട്ടാളക്കാരാണ്. അവരുടെ പോലീസ് പോലും അത്ര ഭയങ്കര പരിതാപകരമാണ്. ഈ പാകിസ്ഥാൻ്റെ അകത്ത് പ്രശ്നം. ഈ പഞ്ചാബി പോലീസുകാരാണ് പട്ടാളക്കാരാണ് അവിടെ വന്ന്. പിന്നെ പഞ്ചാബിസിനെ അവർ മൈഗ്രേറ്റ് പ്ലാൻ ചെയ്യുന്നു മറ്റുള്ള സംസ്ഥാനത്തൊക്കെ. പിന്നെ അങ്ങനെ ഒരു മൾട്ടി ഫേസറ്റഡ് പ്രോബ്ലംസ് ആണ് പാകിസ്ഥാൻ്റെ അവിടെ ഉള്ളത്. അപ്പം മുനീർ, അതുകൊണ്ടാണ് മുനീർ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ല ഈ റിവേഴ്സ്. നമ്മുടെ 3 റിവേഴ്സ് ഉണ്ട്, രവി, ബിയാസ്, സത്ലജ്. ഈ 3 അവർ പാകിസ്ഥാൻ്റെ 3 ഉണ്ട്. ചെനാബ്, ഇൻഡസ് ജലം, അതൊരു നമുക്ക് വിഷയമില്ല. ഇതാണ് രവി, ബിയാസ്, സത്ലജ്. ഈ 3 റിവറിൽ നമ്മൾ ഡാം കെട്ടി കൺട്രോൾ ചെയ്യാൻ ഇതിപ്പോൾ ആയിക്കഴിഞ്ഞു. ഡാം ആയിക്കഴിഞ്ഞു. ഒരെണ്ണം 27 തീരും, ഒരെണ്ണം തീർന്നു കഴിഞ്ഞു. അതിൻ്റെ ചീറ്റലും പൊട്ടലുമാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇയാള് മുനീർ പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി അല്ല എന്നാണ്, ഫാമിലി പ്രോപ്പർട്ടി അല്ല എന്നാണ്. റിവേഴ്സ് മുനീറിന്റെ അച്ഛൻ്റെതും അല്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഇയാളൊരു സിമ്പിൾട്ടൺ ആണ്, ഈ നമ്മുടെ ഖ്വാജ ഡിഫൻസ് മിനിസ്റ്റർ ആസിഫ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് പറയിപ്പിക്കും. അത് നമ്മുടെ തിങ്ക് ടാങ്ക്സിന് അത് മനസ്സിലായിട്ടുണ്ട്. അവർ അതനുസരിച്ചേ നിൽക്കുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഈ സിന്ധിലേക്കും പഞ്ചാബിലേക്കും, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സംഗതി പഞ്ചാബിൽ നടക്കും. ഈ വെള്ളം കൃഷി ചെയ്യാൻ ഭയങ്കര കർഷകരാണ് ഇവർ. ഈ പഞ്ചാബിസും സിന്ധിലും 60% വെള്ളം കിട്ടില്ല ഈ ഇന്ത്യക്കാർ പിടിച്ചു കഴിഞ്ഞാൽ. 3 നമ്മൾ കൺട്രോൾ ചെയ്ത 60% വെള്ളം അവർക്ക് കിട്ടില്ല, കൃഷി ചെയ്യാനില്ല. അപ്പം ജനങ്ങളെതിരാവും. അപ്പം നമ്മളെ പ്രകോപിപ്പിക്കാൻ എല്ലാ വഴികളും നോക്കുന്നു. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൈനയുടെ ഈ ടെസ്റ്റിംഗ് സെൻ്ററാണ് പാകിസ്ഥാൻ. ചൈന എന്ത് വെപ്പൺ ഉണ്ടാക്കിയാലും അത് പാകിസ്ഥാന് കൊടുക്കും. പാകിസ്ഥാൻ പൈസ വിലയിട്ടൊക്കെ വാങ്ങിക്കും, ഒറ്റ പൈസ തിരിച്ചു കൊടുക്കില്ല, അവരെ പൈസ അല്ല. എന്നാലും സാരമില്ല, നീ ഇന്ത്യയുടെ പുറത്ത് അത് പ്രയോഗിക്കുക. അപ്പം നമുക്കത് അറിയാമല്ലോ എങ്ങനെയാണ്. അപ്പം ഇപ്പം പരീക്ഷണമൊക്കെ നടത്തി ആരും വാങ്ങാതിരിക്കുകയാണ് ചൈനീസ് സാധനങ്ങൾ. എന്നാലും എല്ലാം പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഒരു 3 അത് ഭയങ്കര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ആക്റ്റാണ്. ചൈനയുടെ ഭാഗത്തായിരുന്നാലും ശരി തന്നെ, പാകിസ്ഥാൻ്റെ ഭാഗത്തായിരുന്നാലും. അപ്പോൾ പാകിസ്ഥാൻ 3 ഹാങ്കോർ എന്ന് പറഞ്ഞ, ഹാങ്കോർ എന്ന് ഉറുദുവിൽ പറഞ്ഞ സ്രാവെന്നാണ്, ഷാർക്ക് എന്നാണ്. അപ്പോൾ ഇതെന്തോന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്രി എന്ന് പറഞ്ഞ ഷിപ്പിന് 1971 വാറിൽ ഇവർ ടോർപ്പിഡോ ചെയ്തിരുന്നു. നമ്മുടെ ഏക കാഷ്വാലിറ്റി അതായിരുന്നു. അങ്ങനെ 171 നമ്മുടെ സെയിലേഴ്സ് മരണപ്പെട്ടു. അത് ഇവന്മാരുടെ ടോർപ്പിഡോ ആണ്. മറ്റേ അവന്മാരെ നമ്മൾ ലംബാസ്റ്റ് ചെയ്തു. അവരുടെ പാകിസ്ഥാൻ നേവി ഇല്ലാതാക്കി കറാച്ചി പോർട്ട്, അതൊക്കെ വേറെ. അപ്പം ആ ഒരു ഫ്രഞ്ച് നിർമ്മിത ഒരു ബോട്ടുണ്ട്, സബ്മറൈൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു ഹാങ്കോർ. അപ്പം അത് വെച്ചാണ് കുക്രി അടിച്ചത്. ഉടനെ ഇപ്പം ഇറക്കിയ 2026 ചൈന ഉണ്ടാക്കി കൊടുത്ത 8 സബ്മറൈനാണ് ചൈന ഉണ്ടാക്കുന്നത്. അതിൽ 3 ഇപ്പം നീറ്റിലിറക്കി. അതും കൊണ്ട് ഇവന്മാർ ഈ ബംഗാൾ ഓഷനിലൊക്കെ പെട്രോൾ ചെയ്യുക. ഇങ്ങ വന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രൊവോക്കേഷനാണ്. അതിന് വേണ്ട ഫെസിലിറ്റീസ് ബംഗ്ലാദേശ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ചൈന ബംഗ്ലാദേശ്, ചൈന നേരിട്ട് വരില്ല. ചൈന ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുക. ചൈന എന്തെങ്കിലുമൊക്കെ പോകണം ചെയ്തിട്ട് മറ്റേ വാങ്വി അന്തമിട്ട് ഇവിടെ വരും, എന്നിട്ട് കെട്ടിപ്പിടിക്കും നമ്മുടെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പൊ ഇയാള് വരുമെങ്കിൽ നേരത്തെ പറയും. അപ്പൊ വരുമെങ്കിൽ നമുക്കറിയാം, എന്തോ പണി പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന, എനിക്കങ്ങനെ പറയാൻ ഒത്തിരി വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തിൽ ഇത്രയും ഒരു വൃത്തികെട്ട ഒരു റൈസ് ബംഗ്ലാദേശി, അവിടുത്തെ ബംഗ്ലാദേശി റൈസ്. എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ അവിടെ വെച്ച് ഞാൻ കണ്ടതാണ്. ഇവന്മാർ എങ്ങനെ എന്നുള്ളത്, ഇവരുടെ ബിഹേവിയർ വളരെ മോശമാണ്. ഇവന്മാർ ഇപ്പോൾ കിടന്നുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പുന്നത്, നമ്മളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവന്മാരെല്ലാം പഞ്ചാബി ബ്ലഡ് ആയിരുന്നാണ്. ടിക്കാ ഖാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ പെണ്ണുങ്ങളെ എല്ലാം റേപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ടിക്കാ ഖാൻ്റെ അടുത്ത്, ഈസ്റ്റ് ബംഗാളിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ടിക്കാ ഖാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആണോ
കുഴപ്പമില്ല, നിങ്ങൾ ഈ കറുത്തൊക്കെ അല്ലേ ഇരിക്കുന്നത്, ബംഗാളികൾ ഡാർക്കല്ലേ, പഞ്ചാബി ബ്ലഡും കൂടെ ചേരുമ്പോൾ നിങ്ങൾ നല്ല റൈസ് ഉണ്ടാവും എന്ന് തിരിച്ചു പറഞ്ഞു കൊടുത്താണ്. അത്ര ഭീകരമായിരുന്നു. എന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്താണ് അവന്മാർ സ്വാതന്ത്ര്യം പോട്ടെ, ഇന്ത്യയുടെ നന്ദികേട് കാണിച്ചോട്ടെ. അവരുടെ വംഗബന്ധു, അവരെ രാഷ്ട്രപിതാവില്ലേ മുജിബുർ റഹ്മാൻ, ആ മുജിബുർ റഹ്മാൻ്റെ വീട് അടിച്ച് പൊളിച്ച് കൊട്ടോടി മറ്റേ കൂടം വെച്ച് നമ്മൾ കണ്ടതല്ലേ 2 വർഷം മുമ്പ്, കൂടം വെച്ച് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച്, നമ്മുടെ ആരുമല്ല വംഗബന്ധു. ഇത് എന്തൊരു റൈസാണ്, എന്തൊരു വർഗമാണിത്. അതിലെ കുറേ എണ്ണമാണ് ഇവിടെ വന്ന് കിടക്കുന്നത്, മനസ്സിലായി. ഇപ്പോൾ ഒരുത്തനെയും കാണാനില്ല. ഇവർ ഒന്നാമത് ഭയങ്കര ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, മൈൻഡ് സെറ്റ് നമ്മളിവിടെ കാണുന്നല്ലോ. എത്രയോ അവര് വളരെ ചെറുതാണ്, പക്ഷെ ഭയങ്കര ഒരു ഇതാണ്, DNA ഭയങ്കര ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. അപ്പം ഇവന്മാരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം നമ്മളാണ്. അവർ ടാങ്ക് വാങ്ങിച്ചു കൂട്ടുന്നു, 50 ടാങ്ക് ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശ്. പിന്നെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പിന്നെ അമേരിക്കയിൽ നിന്ന്, പിന്നെ ജപ്പാൻ, ഇന്ത്യയുടെ ഒരു ഫ്രണ്ടാണ് റഷ്യയും സെർബിയ, അവിടെ എല്ലാം പോയി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചൈന. ഇത് ആർക്കെതിരായിട്ട്? ഈ ബംഗ്ലാദേശിൽ മുഴു പട്ടിണിയാണ്, ഇന്ത്യ സഹായിക്കണം, റേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് വലിയ നിലവിളി കേട്ടു. മുഹമ്മദ് യൂനസിൻ്റെ കാലത്ത് പോലും നമ്മൾ റേഷൻ അങ്ങോട്ട് കൊടുത്തു, ഫുഡ് സപ്ലൈ ചെയ്ത്, ഈ ഗ്രെയിൻസ് നമ്മൾ സപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് വാർത്തകളും മറ്റുമൊക്കെ പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ ഇവരെങ്ങനെ ഇതൊക്കെ വാങ്ങി കൂട്ടുന്നു എന്നുള്ളത് അതാണ് പറഞ്ഞത്. ഏറ്റവും വൃത്തികെട്ട ഒരു റൈസാണെന്ന്, നന്ദികെട്ട വർഗമാണ്. പ്രശാന്ത, എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് പാകിസ്ഥാനീസിനെ അറിയാം. ഞാൻ ഇന്ത്യയുടെ വിദേശത്ത് വെച്ച് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, UN-ലും ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെയൊക്കെ ഞങ്ങൾ നല്ല എക്സലൻ്റ് ആയിട്ട് നല്ല കൾച്ചേർഡായിട്ടുള്ള വിദ്യാഭ്യാസം വിവരമുള്ള പാകിസ്ഥാനീസ് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരാരും ഇന്ത്യക്ക് അഗൻസ്റ്റ് അല്ല. അവർ ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് അവർ കെട്ടിപ്പിടിക്കും. ഷാരൂഖ് ഖാൻ, മറ്റേ ഋത്തിക് റോഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ലഹരി ഹരമാണ് അവർക്ക്. അങ്ങനെയുള്ള പാകിസ്ഥാനീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അവരുടെ ഡീപ് സ്റ്റേറ്റ് ആണ്, ആർമി ആൻഡ് പൊളിറ്റീഷ്യൻസ്. ഒരിക്കലും നല്ല കോമൺ മാൻ ഉണ്ട് അവിടെ, ഒരുപാട് പേരുണ്ട്. പക്ഷെ ബംഗ്ലാദേശ് ഇല്ല. അങ്ങനെ ഒരു നല്ല ഒരു വ്യക്തി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഓടി ഇവിടെ ഒളിച്ച്, അവര് ഓടി ഒളിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അല്ല, അതും പോട്ടെ, ഈ അവിടെ അവരുടെ ചീഫ് ഓഫ് ആർമി ഷെയ്ഖ് ഹസീനയുടെ ബന്ധുവാണ്. അവൻ പോലും ഇപ്പം ഇവരുടെ കൂടെയാണ്. ഷെയ്ഖ് ഹസീന ആണെങ്കിൽ നിങ്ങൾ ആൻറ്റി ഓടി രക്ഷപ്പെട്ടോ ഇന്ത്യയിലോട്ട് എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ തള്ളി വിട്ടിട്ട് ഇവൻ അവരുടെ കൂടെ ചേർന്നു. അവൻ ഇതാണ് മറ്റേ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരനാണ് അവിടുത്തെ ആർമി ചീഫ്. പക്ഷെ അവൻ മാറി. ഇവർക്ക് നമ്മളെ കണ്ണെടുത്താൽ കണ്ടുവിടാം. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മറ്റേ റേഷൻ ഒക്കെ കൊടുത്തെന്ന്. എന്തിന് റേഷൻ? ഇപ്പം ഈ ഇറാൻ യുദ്ധം വന്നപ്പം 2 ലക്ഷം ടൺ ഡീസലാണ് നമ്മൾ കൊടുത്തത് കൺസെഷൻ റേറ്റിന്. പിന്നെ വൈദ്യുതി അദാനി വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയോ നാളെ അദാനിക്ക് പൈസ കൊടുത്തിട്ടില്ല. പാകിസ്ഥാൻ ആർക്കും പൈസ കൊടുക്കാത്തതല്ല, ഈ ബംഗ്ലാദേശിൽ പൈസ തന്നിട്ടില്ല വൈദ്യുതിക്ക്. നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന എന്തെല്ലാം കൺസെഷനാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവന്മാരെ പൂട്ടണം. ഇവരെ ഇങ്ങനെ നമ്മൾ സോപ്പിട്ട്, അതാണ് അവരുടെ കോൺഫിഡൻസ്. അവന്മാർ അഹങ്കാരികളെ. അപ്പം അവരും ഈ പാകിസ്ഥാനികളും തമ്മിൽ ഇവർ ലാൻഡ് ലോക്ക്ഡാണ്. ഇവരെ പിടിക്കാൻ നമുക്ക് ബംഗാളോഷം മാത്രം കവർ ചെയ്താൽ മതി, പിന്നെ ഇവർക്ക് ഒന്നും വരില്ല. അപ്പം ഇവർ ഇപ്പം ഇന്ത്യക്ക് ഈ ഞാൻ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ ഇപ്പം ശ്രീലങ്ക ഒരു സബ്മറൈൻ വാങ്ങിച്ച് ആരെ അടിക്കാൻ? ശ്രീലങ്കയ്ക്ക് റഷ്യയെ, അതൊരു ചോദ്യം. അമേരിക്കയെ അടിക്കാൻ അല്ല. ബംഗ്ലാദേശിന് ബോർഡർ ഉണ്ട് ഇവരൊക്കെ. നമുക്ക് നേരിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജഗതി പറഞ്ഞ പോലെ അതെല്ലാം എനിക്കിട്ടാണ് പണിയണമെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിരായിട്ടാണ്. ഈ ഡീസലും ഇലക്ട്രിസിറ്റിയും വാങ്ങിച്ച് പൈസയും തരില്ല എല്ലാം. പിന്നെ ഇപ്പം നമ്മൾ കയറ്റി വിട്ടില്ലേ യുവമാരെ, നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ക്രിമിനൽസിന്, അതും അവർ വിസമ്മതിച്ചു എടുക്കാനായിട്ട്. പിന്നെ വേലി കെട്ടാൻ സമ്മതിക്കില്ല. ഇത് എന്തോ ഒരു രാജ്യമെന്ന് നമുക്കറിയാം. എന്തിനാണ് 1971 പോയി ഇത് ലിബറേറ്റ് ചെയ്തത് എന്നാണ് നമുക്കിപ്പോൾ നമ്മളൊരു വലിയൊരു മണ്ടത്തരം വലിയ ചെയ്യുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ? ഉപദ്രവിക്കാൻ സാധ്യത? അവരെ കൊണ്ട് ഉപദ്രവിക്കാനോ ഒന്നും പിടിക്കാനൊന്നും പറ്റുന്നില്ല. അവരുടെ അന്ത്യമായിരിക്കും. ബംഗ്ലാദേശിന് ഒന്നും ചെയ്യാൻ മിനിറ്റുകൾക്കുള്ളിൽ. പിന്നെ പാകിസ്ഥാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി എന്നിട്ട് ഈ ഹാങ് ഓവർ സബ്മറൈൻ
ബംഗാൾ ഓഷനിൽ പാകിസ്ഥാൻ്റെ സബ്മറൈനും ഇല്ല, ഒന്നുമില്ല, കപ്പൽ പോലും ഇല്ല ബംഗാൾ ഓഷൻ. ഇനി അവിടെ ഈ 3 കിട്ടിയോണ്ട് പുതിയ കാർ വാങ്ങിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ ഫ്ലോണ്ട് ചെയ്യില്ല, അതേപോലെ കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ 12 കിലോമീറ്ററിൻ്റെ അപ്പുറം നോട്ടിക്കൽ അതിനപ്പുറം മാർഗമൊക്കെ വരാം, ഇങ്ങനെ നമ്മളെ ഉദ്ദേശിച്ചുള്ളതാണ്. പിന്നെ ഒരു ഷിപ്പ് യുദ്ധക്കപ്പൽ വന്നു 1971 ശേഷം പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പൽ കഴിഞ്ഞ വർഷമാണ് വന്നു. എന്നിട്ടൊരു സ്പീച്ചൊക്കെ നടത്തി പാകിസ്ഥാൻ ചീഫ്. ഇവിടെ വന്ന്, അതായത് പ്രശാന്തിൻ്റെ വീട്ടിൽ എൻ്റെ ശത്രു വന്നിട്ട് അവിടെ നിന്നിട്ട് എന്നെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പം പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയറൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ, അതൊന്നും എടുത്ത് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് ഉപയോഗിച്ച് അവർ ബാക്കി മിച്ചം കാണില്ല. അപ്പം ഇത് അഥവാ ഒരു യുദ്ധം ഉണ്ടായാലും അമേരിക്കയും എല്ലാവരും കൂടെ വന്ന് വെറുതെ യുദ്ധം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ട്രംപോ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ പിടിച്ച് മാറ്റും എന്നുള്ളത്, നമ്മളെ അല്ല അവനെ, പാകിസ്ഥാനെ പിടിച്ച് മാറ്റും എന്നുള്ളത് അറിയാം. അപ്പോഴേക്കും അവരുടെ ഈ മെയിൻ ഇഷ്യൂ അവടുത്തൊക്കെ പറഞ്ഞു, കണ്ട ഇന്ത്യ ആക്രമിച്ച കണ്ട. അപ്പോൾ ഈ ശ്രദ്ധ മാറി, നേഷൻ്റെ ശ്രദ്ധ അങ്ങ് മാറ്റാം. അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളെ കയറി ആക്രമിക്കുക എന്ന ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മളെ ആക്രമിക്കുകയൊന്നുമില്ല. ആക്രമിച്ചു കഴിഞ്ഞാൽ ഇനി ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ല ഒരു ഭാഗം പോവും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും. എന്തായാലും ഈ വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊരു ചൊല്ലുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ അത്തരത്തിലുള്ള വിപരീത ബുദ്ധി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ അടിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ചാമ്പലാക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിന് അല്ല, അവർ പ്രതീക്ഷിക്കണം അങ്ങനെ ചാമ്പലാക്കൂല, അതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ ഇടപെടുന്നതാണ്. പക്ഷേ അല്ല, ഈ ഡിപ്ലോമാറ്റിക് ലെവലിലൊക്കെ ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിൽ വലിയ വിഷയമായിട്ട് ലോവസ്റ്റ് സ്റ്റെബിലാണ് ഇപ്പം ഇന്ത്യ. പാകിസ്ഥാനുമായിട്ട് അത്രയും ഇല്ല, അതിനേക്കാളും കൂടുതലാണ് ഈ ബംഗ്ലാദേശ്. നമ്മൾ എന്ത് മിസ്റ്റേക്കാണ് ഇവരുടെ അടുത്ത് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ബീങ് ആൻ ഇന്ത്യൻ ആയിട്ട് ചോദിക്കുന്നില്ല, ഇവന്മാർക്ക് എന്തിൻ്റെ അഹങ്കാരമാണ് അത്. അത് DNA ശരിയല്ല. അതായത് പിന്നെ അപ്പനെ കയറി ചൊറി, അപ്പനെ കയറി അടിക്കുക, അതാണ് ബംഗ്ലാദേശിന്. അതാണല്ലോ മുജീബുർ റഹ്മാനെ ഇന്ത്യയും ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ദാറ്റ്. സ്വന്തം അപ്പനെയും മാതാപിതാക്കളെയും പിതൃശൂന്യം, അതെയാണ് കറക്റ്റ്, ശൂന്യർ എന്ന് വിളിക്കേണ്ടി വരും. ഒരു നല്ല ബംഗ്ലാദേശ് പുള്ളി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇവരൊക്കെ അതിൻ്റെ വിവരമറിയും. അത്രയ്ക്ക് കരുത്തുള്ള ഒരു ആഗോള ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടാൻ ഒരു അവസരം, അതല്ലാതെ അതിൽ കവിഞ്ഞും മറ്റൊന്നും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. വന്ദേ മാതരം. വന്ദേ മാതരം.